വളർത്തുന്ന ഉമ്മമാരും വല്യപ്പന്മാരും ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് പഠിക്കേണ്ടി വരും. നമ്മളൊക്കെ വാപ്പ ദൂരെ നിന്നിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി അല്ലേ? നമ്മളെ വീട്ടിലുള്ള പഴയ വല്യപ്പ ദൂരെ നിന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി. ആ നോട്ടത്തിന് എല്ലാ അർത്ഥവും നമുക്ക് മനസ്സിലാകും അല്ലേ? ഇന്നത്തെ കുട്ടികൾ നോക്കൽ പോയിട്ട് പറഞ്ഞാൽ തന്നെ മനസ്സിലാകാത്തൊരു കാലമാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? കുട്ടി മൊബൈൽ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ പോയിട്ട് എന്ത് ചെയ്തു? ഉമ്മ പോയിട്ട് മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് വാങ്ങിയിട്ട് കുട്ടിക്ക് കിട്ടാത്ത ഉയരത്തിൽ മൊബൈൽ വെച്ചു. ഉമ്മ കുറച്ചങ്ങോട്ട് അടുക്കളയ്ക്ക് പോയപ്പോൾ മോൻ എന്ത് ചെയ്തു? നോക്കിയത് കിട്ടാൻ എന്താ വഴി. ഓൻ അവിടെ താഴെയുള്ള ചെയറിലൊന്ന് കയറി നോക്കി കിട്ടണില്ല. അപ്പോൾ അപ്പുറത്തുനിന്നൊരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയറിൻ്റെ മുകളിൽ വെച്ചു. അയിമ കയറി. അപ്പോൾ ആ സ്റ്റൂളിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് നോക്കുമ്പോൾ കൈ എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് കാല് വിരലുമ്പൽ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് ഒറ്റെടുക്കല. ആ എടുക്കുമ്പോൾ പറിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ മൊബൈൽ താഴെ വീണു, സ്റ്റൂള് താഴെ വീണു, ഇവനും താഴെ വീണു. പടപടാന്ന് സൗണ്ട് കേട്ട് ഉമ്മ ഓടി വന്നപ്പോൾ മൊബൈൽ ദൂരെ പൊട്ടിക്കിടക്കുന്നു, മോനിവിടെ വീണ് കിടക്കുന്നു, സ്റ്റൂൾ അപ്പുറത്തും തെറിച്ച് കിടക്കുന്നു. സ്വാഭാവികമായിട്ടും ഉമ്മ എന്താ ചെയ്തത്? ഞാനും നിങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയില്ലാണ് ഉമ്മ ചെയ്തത്. ഉമ്മ നേരെ വന്നിട്ട് മകനെ 2 കൊടുത്തു. ഓൻ വീണ സ്ഥലത്ത് നിന്ന് 2 അടിയും കിട്ടി. ഓൻ കരഞ്ഞുകൊണ്ട് അവിടെ കടന്നു. ഉമ്മ പിന്നെ വേഗം എടുത്തത് ഏതാണ്? ഉമ്മ എടുത്തിട്ട് പിന്നെ മൊബൈലും പിന്നെ താലോലിക്കലും ഓമനിക്കലും ഒക്കെ ഉമ്മ ആരെയാണ്? മൊബൈലിനാണ്. ഇപ്പം ഇതുവരെ മൊബൈലിനെ താലോലിച്ചത് ആരായിരുന്നു? കുട്ടിയായിരുന്നു. ഇപ്പം മൊബൈലിനെ താലോലിക്കണത് ആരാ? ഉമ്മയാണ്. വീണ് കിടക്കണ കുട്ടീനല്ല അമ്മ നോക്കണത്. ആരാ നോക്കണത്? BVR കേൾക്കൂല, നിങ്ങൾ പൂരിപ്പിച്ച് പറഞ്ഞോളി. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കുട്ടി അരമണിക്കൂർ കഴിഞ്ഞു, പക്ഷെ വീണ് കിടക്കുന്ന കുട്ടി എഴുന്നേൽക്കുന്നില്ല. അപ്പം ഉമ്മാക്ക് മനസ്സ് മാറി. കുറച്ചോനെ എന്താ മോൻ എഴുന്നേൽക്കാത്തത്? പോയി നോക്കുമ്പോൾ മോൻ സ്റ്റൂളും വന്ന് വീണപ്പോൾ കാല് പൊട്ടിയതാണ്. മോൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി കിടക്കുകയാണ്. ആ കുട്ടിക്കാണ് ഇപ്പോൾ 2 അടിയും കൂടി കിട്ടിയത്. ഓനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സമയം വൈകി. നമ്മളെ ഉമ്മാൻ്റെ മൊബൈൽ പ്രേമാണത്. ഇവിടെ ആരെയും കുറ്റപ്പെടുത്തണ്ട. കുട്ടി മൊബൈൽ എടുക്കും, ഉറപ്പാണ്. പക്ഷെ അവിടെ എന്താ ചെയ്യേണ്ടത്? ആ രംഗത്ത് ഉമ്മ പഠിക്കേണ്ടത് എന്താണ്? മൊബൈൽമ കളിക്കുന്ന കുട്ടിയുടെ കൂടെ ഉമ്മ ഒന്ന് ഇരുന്ന് കൊടുക്കുക. ഇരുന്നിട്ട് ഒരു റൗണ്ട് ഓൻ്റെ ഒപ്പം ഒന്ന് കളിക്കുക. ഓൻ്റെ മനസ്സ് മാറ്റുന്ന പുതിയ ഒരു സംഗതി ഉമ്മ കണ്ടെത്തുക. സന്തോഷത്തിൽ നിന്നിട്ട് മെല്ലെ മൊബൈൽ കൈവശപ്പെടുത്തുക. കുട്ടിനെ വേറൊരു വിഷയത്തിലേക്ക് ജോലിയാക്കുക. കുട്ടി കാണാത്തയിടത്ത് മൊബൈൽ കൊണ്ടുപോയി സൂക്ഷിക്കുക. അതിന് കുട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് മൊബൈൽ മെല്ലെ കൈവശപ്പെടുത്താൻ ഉമ്മാക്ക് മനഃശാസ്ത്രം അറിയണം. ഇവിടെയാണ് കാലഘട്ടം. അതാണ് ഞാനൊരു ഒരു 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 സംഭവം നടത്തിയത് പറഞ്ഞത്. അത് വൈറലായി, നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ. എൻ്റെ ഒരു മോളും പുതിയാപ്പിളയും ഇവിടെ ദുബായിലുണ്ട്. അവർ നാട്ടിൽ വിരുന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ കഞ്ഞി കുടിക്കാൻ. അപ്പോൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് 3 ചെറിയ മക്കൾ അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉപ്പ എന്താ കുടിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ഇത് കഞ്ഞിയാണ്. അവരിങ്ങനെ കഞ്ഞി എന്നിട്ട് ഇന്നൊരു കഞ്ഞിയാക്കലവർ. അപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കി, ഇവരെ കൊണ്ട് ഈ കഞ്ഞി ഒന്ന് കുടിപ്പിക്കണം. ഞാൻ പിന്നെ ഇവിടെ കോഴിക്കോട് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ചെറിയ അരിയുണ്ട്, നമ്മളാ ചെറിയ അരി, നെല്ലുത്തേരിൻ്റെ ചെറിയ അരി, മട്ടേൻ്റെ ചെറിയ അരി വാങ്ങി. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇത് ഗ്യാസ് അടുപ്പിൽ കത്തിക്കാൻ, നല്ല കുക്കറുണ്ടല്ല, കുക്കറിൽ കഞ്ഞി വെക്കാൻ പറഞ്ഞു. കുക്കറിൽ കഞ്ഞി ഇങ്ങനെ വെച്ച് ഇങ്ങനെ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ സാധാരണത്തെ പോലെ നീ അതിൽ വിളമ്പണ്ട, പിന്നെ നമ്മൾ ആ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ജ്യൂസിൻ്റെ ഗ്ലാസ്സിലാക്കി കഞ്ഞി ജ്യൂസിൻ്റെ ഗ്ലാസ്സിലാക്കിയിട്ട് അതിനാ ജ്യൂസ് കുടിക്കാതിരിക്കണ ആ കൊയലുണ്ടല്ലോ, അതിന് പറയാം സ്റ്റോ, അതിട്ട് കൊടുത്തു. അങ്ങനെ 5 ഗ്ലാസ്സിൽ കഞ്ഞി വെച്ചിട്ട് ഞാൻ ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചു. ഞാൻ ഇന്നലെ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ പേരമക്കൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ടാണ്, ഉപ്പ എന്താ കുടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കൾ ഇത് റൈസ് ജ്യൂസാണ്. കുട്ടികൾ ഓടി മേശപ്പുറത്ത് കയറി, ദുബായിലും കൂടി കേൾക്കാത്ത ജ്യൂസ്. നിങ്ങളോട് സത്യം പറയാം, അന്ന് എനിക്ക് കഞ്ഞി കിട്ടിയില്ല. ഇത് പഴയ കഞ്ഞി തന്നെയാണ്. പക്ഷെ കൊടുക്കണ പാത്രം, അതിൻ്റെ പേരും അതിൻ്റെ രൂപവും ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ കുട്ടികളൊക്കെ കുടിക്കും. അപ്പം കഞ്ഞി റൈസ് ജ്യൂസാക്കാൻ നമുക്ക് പറ്റുമോ? അതാണ് മുതിർന്ന തലമുറയിൽ ചിന്താപരമായ മാറ്റം വരണം.
മുതിർന്ന തലമുറയ്ക്ക് ചിന്താപരമായ മാറ്റം വരണം. മാതാപിതാക്കളാകൽ വലിയൊരു യോഗ്യതയൊന്നുമല്ല, എല്ലാ ജീവികളിലും അള്ളാഹു തആല വെച്ചതാണ്. രക്ഷിതാവാകലാണ് യോഗ്യത. അപ്പം നമ്മുടെ മക്കൾക്ക് അവർക്ക് ബോധ്യമാകുന്ന തരത്തിലും അവർക്ക് ആകർഷകമാകുന്ന തരത്തിലും നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ മുതിർന്ന തലമുറ, ഞാൻ പറയുന്നത് ഈ മുതിർന്ന തലമുറയിലെ ആളുകൾ ഇടക്കിടക്ക് ചേർന്നിട്ട് നിങ്ങൾ ക്ലാസ് സംഘടിപ്പിക്കണം. ആർക്ക്? വല്യപ്പാർക്ക് ക്ലാസ്, വാപ്പാർക്ക് ക്ലാസ്, അത് വലിയ ഫലം ചെയ്യും. വല്യന്മാർക്കും ഉമ്മാർക്കും ഒക്കെ ക്ലാസ് വലിയ ഫലം ചെയ്യും. നമ്മൾ ഈ കേരളത്തിലൊക്കെ ജനിക്കുന്ന മക്കളുണ്ടല്ലോ, ബുദ്ധിപരമായിട്ട് വളരെ ഉഷാറാണ്, നമ്മുടെ മെമ്മറി പവറൊക്കെ വളരെ വലുതാണ്. പക്ഷെ ഒരു നിശ്ചിത പ്രായത്തിൽ വേണ്ടതുപോലെ അത് കൊടുത്ത് വളർത്താൻ ഗ്രഹാന്തരീക്ഷത്തിൽ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മുടെ ഉമ്മമാർക്ക് ഒരു കുട്ടികളെ 3-ാമത്തെ വയസ്സിൽ എങ്ങനെ വളർത്തണം, 4-ൽ എങ്ങനെ, 5-ൽ എങ്ങനെ, 10-ൽ എങ്ങനെ, 15-ൽ എങ്ങനെ, അങ്ങനെ ഒരു പഠനം നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പഠനം കിട്ടാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും കുട്ടി ചെയ്യണതൊന്നും നമുക്ക് പറ്റൂല, നമ്മൾ ചെയ്യുന്നതൊന്നും ആർക്കും പറ്റൂല, കുട്ടിക്കും പറ്റൂല. ഇങ്ങനെ പോവുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വരാൻ വയോജന സ്കൂൾ എന്നോ വയോജന മദ്രസ എന്നോ നമുക്ക് പേരിടാം. ഒരു വയോജന സ്കൂൾ, സാദാത്തുകൾ ചേർന്നിട്ട് പ്രായമുള്ള തലമുറയെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളെ മക്കളെ നമുക്ക് എങ്ങനെ പഠിക്കേണ്ടതും അറിയേണ്ടതുമായ നിരവധി കാര്യങ്ങളുണ്ട്. കുട്ടികളെ വലിപ്പം, ഇപ്പം നമ്മളൊരു കുട്ടിയെ, ഒരു ചെറിയ മോനെ നമ്മൾ പ്രസവിച്ച ഉടനെ ആ കുട്ടിനെ എടുത്ത് ചുംബിക്കും, ഉമ്മ വെക്കും. അത് നമ്മളെ സ്നേഹമാണ്. കുട്ടികൾക്ക് യാതൊരു വിരോധമല്ല, സന്തോഷത്തിൽ അങ്ങനെ പോവുക. കുറച്ച് കുട്ടി വളർന്നപ്പോൾ ഒരു ദിവസം നമ്മൾ കുട്ടിയെ കവിളത്തൊരു ഉമ്മ വെച്ചു. ആ ഉമ്മ വെച്ച് നമ്മൾ ചുണ്ടിനെടുത്തപ്പോൾ കുട്ടി ഇങ്ങനെ ഒന്ന് തുടച്ചു. മനസ്സിലാക്കണം, കുട്ടിയുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, കുട്ടിയുടെ CC ക്യാമറ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ മുതൽ കുട്ടിയെ കേൾക്കത്തക്ക രീതിയിൽ വേണ്ടാത്ത വാക്ക് വീട്ടിൽ കേൾക്കാൻ പാടില്ല. ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും. നിങ്ങളെ സയ്യിദന്മാരെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങളെ നാടന്മാരെ വീട്ടിലൊക്കെ എന്ത് ചെയ്യും, അപ്പോൾ പ്രായമുള്ള ആൾക്കാർ എന്ത് വരും, ഉമ്മക്ക് തള്ളാന്നൊരു പറയലുണ്ട്. സയ്യിദന്മാരവിടെ ഒന്നുമില്ലല്ലോ, ഉണ്ടാവില്ല. വാപ്പാനെ തന്താന്ന് പറയും. ചിലപ്പോൾ ആരെ ഈ കുട്ടിക്കത് പഠിപ്പിച്ചു കൊടുത്തത്? അത് ഉമ്മാക്ക് ഭയങ്കര ദേഷ്യമായിട്ട് അടുക്കളയിൽ പണി ഇങ്ങനെ തിരക്ക് കിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ചെറിയ കുട്ടി വന്നത്, എൻ്റെ ഷൂ കാണാനില്ല, എൻ്റെ തന്തനോട് പോയി പറഞ്ഞോളാം. കുട്ടി നേരെ വാപ്പാൻ്റെ അടുത്ത് വന്നു. വാപ്പ രാവിലെ കട്ടൻ ചായ കിട്ടായിട്ട് അതിലേറെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. വാപ്പാനോട്, വാപ്പ എനിക്ക് ഷൂ ഇല്ല, എൻ്റെ തള്ളനോട് പോയി പറയാം. അപ്പോൾ കുട്ടിക്ക് ആദ്യം തള്ള തന്ത എന്ന് ഉമ്മാക്കും വാപ്പാക്കും ഒരു പേരുണ്ട് എന്ന് പഠിച്ചത് കുട്ടി എവിടെ നിന്ന് തന്നെയാണ്? നമ്മളെ വീട്ടിൻ്റെ സാഹചര്യത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ മാതാപിതാക്കളായ നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ട വാക്ക് നമ്മൾ അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും കുട്ടിയുടെ CC ക്യാമറ ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ആ ചെറിയ പ്രായത്തിൽ കിട്ടേണ്ടതൊക്കെ അങ്ങനെ കിട്ടിയാലുണ്ട്. നമ്മുടെ കേരളത്തിലെ മക്കൾ, പ്രത്യേകിച്ച് മലബാറിലെ മക്കളുണ്ടല്ലോ, എന്താ നമ്മുടെ ബുദ്ധിശക്തി, എന്താ നമ്മുടെ കഴിവ്. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ A+ നമ്മൾ നിറഞ്ഞല്ലോ. ഇന്ത്യയുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ മുസ്ലിം കുട്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചോ, JNU അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് പുതിയ കോലാഹലത്തിന് കാരണം എന്താണ്? പർദ്ദയിട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? മുസ്ലിം കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചിരിക്കുന്ന വിഭാഗത്തിന്. പക്ഷേ നമുക്കൊരു ബഹുസ്വര സമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം കുറച്ച് വൈകിയല്ലോ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിലെ മഹദികളോടും മഹാന്മാരോടും ഞാൻ ഉണർത്തുന്നത്, നമ്മൾ തമ്മിലൊരു ചർച്ചയിൽ പറയുന്നത്, ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ചാൽ അത്ഭുതങ്ങൾ പറയാനല്ല, ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർ ഖദീജ ബീവിയും മുത്തുനബിയുമായുള്ള ബന്ധം. ഖദീജ ബീവിക്ക് ശേഷം റസൂലുള്ള കല്യാണം കഴിച്ച 10 ഭാര്യമാർ, നബിതങ്ങൾ കല്യാണം കഴിച്ച 10 ഭാര്യമാർ, അവരൊക്കെ കല്യാണത്തെപ്പറ്റി നമുക്ക് പഠിക്കുമ്പോൾ കാണാലോ. ഖദീജ ബീവിനെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹിക്ക് 25 അല്ലേ?
ഖദീജ ബീവിക്ക് എത്ര? 40, 25 വയസ്സ് വ്യത്യാസത്തിലാണ്. ഖദീജ ബീവിക്ക് 65 റസൂലുള്ളാഹിക്ക് 40, വഫാത്ത് നടന്നു. പിന്നെ റസൂലുള്ള രണ്ടാമത് വീട് കൂടുന്ന കല്യാണം ആരുതാ? സൗദാ ബീവിയാണ്. സൗദാ ബീവി അറബികളിലെ കറുത്ത വർഗ്ഗക്കാരിയാണ്. മാത്രമല്ല സൗദാ ബീവിൻ്റെ ഭർത്താവ് സക്രാൻ റളിയല്ലാഹു അൻഹു മൂപ്പര് വഫാത്തായി. അപ്പം ഈ 6 മക്കളമ്മ സൗദാ ബീവി പൊതുവെ ഒരു തടി കൂടിയ പെണ്ണുങ്ങളാണ്. അതോടൊപ്പം കറുത്ത വർഗത്തിൽപ്പെട്ടതാണ്. സാമ്പത്തികമായി വളരെ വിഷമമാണ്. ഈ വിധവയായ സ്ത്രീയും 6 യതീമക്കളും അവരെയാണ് റസൂലുള്ള രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. വീട് കൂടിയ കല്യാണം അതാണ്. നിങ്ങൾ ഓർത്തു നോക്കിയും ഒരു പുതുമണവാട്ടിയായ ദമ്പതി വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയാണ്? 6 കുട്ടികളെയായിട്ട്. എന്താ റസൂലുള്ളാഹിന്റെ കല്യാണം? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറ്റൊരു കല്യാണം ഏതാ? മദീനത്തെത്തിയിട്ട് മദീനയിൽ റസൂലുള്ളാഹി കല്യാണം കേൾക്കുമ്പോൾ ആരെയാണ്? ഒന്ന് ഉമ്മു സലമ റളിയല്ലാഹു, അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഉമ്മു സലമ ബീവിക്ക് 4 മക്കളാണ്. ഈ 4 മക്കളുടെ അമ്മക്കൊരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം? മദീനയിൽ അവർക്ക് കുടുംബങ്ങളില്ല, മദീന അവർക്ക് കൂട്ടുകാരില്ല, മദീനയിൽ അവർക്ക് പരിചയക്കാരില്ല. വാപ്പയാണ് പോയപ്പം ഈ 4 മക്കളും ഉമ്മയും കഷ്ടപ്പാടായി, വലിയ കഷ്ടപ്പാടായി. നബി തങ്ങൾക്ക് എന്നും അവരെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പോഴാണ് റസൂലുള്ളാഹി എന്താക്കിയത്? അവരെ കല്യാണം കഴിക്കണം. മുത്ത് നബിയുടെ കല്യാണങ്ങളൊക്കെ നോക്കിയാൽ ആയിഷ ബീബി ഒഴിച്ചുള്ള കല്യാണമൊക്കെ എന്താണ്? വിധവാ സംരക്ഷണം ബഹുഭാര്യത്വത്തിലൂടെ. വിധവകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പദ്ധതിയാണ് മുത്തുനബിയുടെ ബഹുഭാര്യത്വം. അപ്പോൾ പിന്നെ ആയിഷ ബീവിയോ ചോദ്യമുണ്ട്. ആയിഷ ബീവി ആരാന്നറിയോ? നബി തങ്ങൾക്ക് ലോകാവസാനം വരെ വരാനിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നബി തങ്ങൾക്കൊരു വനിതാ സെക്രട്ടറി ആവശ്യമുണ്ട്. ആ സെക്രട്ടറിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഒരു മഹിളാ സെക്രട്ടറി നബി തങ്ങൾക്ക് ആവശ്യമുണ്ട്. അതാണ് ആയിഷ ബീവി. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചത്. ആയിഷ ബീവിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നബി തങ്ങൾക്ക് 63. ഒരു ഭർത്താവിൻ്റെ ആവശ്യം വരുന്ന സമയമാണ് 18, അല്ലേ? അപ്പോൾ റസൂലുള്ളാഹി വഫാത്തായി. ഇനി ആയിഷ ബീവിനെ കല്യാണം കഴിക്കാൻ ആർക്കെങ്കിലും പാടുണ്ടോ? ഇല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. ആയിഷ ബീബി പിന്നെ വഫാത്താകുന്നത് എപ്പോഴാണ്? ഒരു പക്ഷേ 63-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 65-ാമത്തെ വയസ്സ്. 18-ന്ന് 65-ക്ക് വയസ്സ് കൊല്ലത്രയായി. അതുവരെ എൻ്റെ ബീവിമാരായ ഉമ്മമാർ ഇത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 18-ാമത്തെ വയസ്സ് റസൂലുള്ളാഹി വഫാത്തായിട്ട് പിന്നെ 65 വയസ്സ് വരെ എന്തായിരുന്നു ആയിഷ ബീബിയുടെ ജീവിതം? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എപ്പം നോക്കിയാലും പരിസര വീടുകളിലെ കുട്ടികളൊക്കെ ആയിഷ ബീബിൻ്റെ അടുത്തുണ്ടാവും. അവർക്ക് അറബി പഠിപ്പിക്കുന്നത്, അവർക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത്, അവർക്ക് ശറഅ് പഠിപ്പിക്കുന്നത് ആരാണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആയിഷ ബീബിയുടെ വീട്ടിൽ പരിസരത്തുള്ള ഉമ്മമാരൊക്കെ നിറഞ്ഞു വരും. അവരൊക്കെ ഉമ്മ എന്നാ വിളിക്കുക, അവരൊക്കെ ഉമ്മ എന്നാ വിളിക്കുക. ആ സ്ത്രീകൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയ അറിവ് സമ്പാദിച്ചു. സാദാത്ത് കുടുംബത്തിലെ ബീവിമാരോട് ഞാൻ പറയാണ്, ഇന്ന് വായിച്ച് പഠിക്കാൻ, കേട്ട് പഠിക്കാൻ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. ഉമ്മമാരായ നിങ്ങൾ പഠിക്കും. നല്ല അറിവുള്ള നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലും ഭൂമിയിൽ ജനങ്ങൾക്കിടയിലും വലിയ അംഗീകാരമായിരിക്കും, വലിയ ബഹുമതിയായിരിക്കും. അത് നമുക്ക് ബീവിനോട് ചോദിച്ചു നോക്കാം, അത് നമുക്ക് ബീവി പറയും പോലെ ചെയ്യാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നത് ചെറിയ കാര്യമല്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ എത്രത്തോളം ആയിഷ ബീബിയുടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ, പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ അടക്കമുള്ള വലിയ മഹാന്മാർ അവർ മദീനത്ത് ഒരു ചർച്ചയാണ്, ഇടക്കിടക്ക് ചർച്ചയാണ്. ആ ചർച്ച എന്താ? ഖുർആൻ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം. നമ്മളൊരായത്ത് പഠിക്കുന്ന പോലെയല്ല സഹാബി പഠിക്കുന്നത്. ഒരായത്ത് പഠിക്കുമ്പോൾ ആ ആയത്ത് സിരിയാണോ ജഹിരിയാണോ, അതായത് നബിതങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വഹി കിട്ടിയതാണോ സമൂഹത്തിൽ കിട്ടിയതാണോ, അത് ലൈലിയാണോ നഹാരിയാണോ, പകൽ വഹി വന്നതാണോ രാത്രി വഹി വന്നതാണോ, അത് മക്കിയാണോ മദനിയാണോ, മക്കയിലെ കാലത്ത് കിട്ടിയതാണോ മദീന ജീവിതത്തിൽ കിട്ടിയതാണോ, അത് ആ രൂപത്തിൽ ഒരു ആയത്തിനെ ചർവണം നടത്തി പഠിക്കുകയാണ് സ്വഹാബാക്കൾ. ഒരായത്തിൻ്റെ വിഷയത്തിൽ വലിയ സ്വഹാബാക്കൾക്കിടയിൽ ഒരു തർക്കം വന്നു. ആർക്കും പരിഹാരം പറയാൻ പറ്റുന്നില്ല. അപ്പോ എന്താ ചെയ്തത്? അവരപ്പുറത്തെ വാതിലിങ്ങനെ മുട്ടി ഉമ്മാന്ന് വിളിച്ചു. ആരാണ് അകത്തുള്ളത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ഈ സ്വഹാബത്ത് ഈ ആയത്തിനെ പറ്റിയുള്ള ചോദ്യമാണ് ചോദിച്ചപ്പോൾ ആയിഷ ബീബി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന വിവരം അല്ല, കിതാബ് പറയുന്ന അൽ ഇൽമുൽ അസീസ്, ഖണ്ഡിതമായ തീരുമാനം.
അൽ ഇൽമുൽ അസീസ്, ഗണ്ഡിതമായ തീരുമാനം. അതായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആ ആയിഷ മഹദിയുടെ പിൻഗാമികളായി, ആ ഫാത്തിമ ബീബിയുടെ പിൻഗാമികളായി ഇപ്പോൾ സാദാത്ത് കുടുംബത്തിലുള്ള ഉമ്മമാർ, പെങ്ങന്മാർ, സഹധർമ്മിണികളെ വായിച്ചു പഠിക്കാൻ, കേട്ട് പഠിക്കാൻ, ചോദിച്ചു പഠിക്കാൻ എന്തെല്ലാം പഠന സൗകര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ നാട്ടിൻ്റെ പരിസരത്ത് ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാൾ താമസിക്കുന്നതിന് പരിസരത്ത് 100 മുസ്ലിം വീടുണ്ടെങ്കിൽ ആ 100 വീട്ടിലെ പെണ്ണുങ്ങളെക്കാൾ അറിവ് കൊണ്ട് കുറച്ച് സാദാത്ത് ഫാമിലി ഉയർന്നു നിൽക്കുക. ഇനി അറിവ് കൊണ്ട് ചിലപ്പോൾ വേറൊരാൾ ഉയർന്നാലും നിങ്ങളെ തഖ്വ കൊണ്ട് നിങ്ങൾ ഉയർന്നു നിൽക്കുക. അപ്പോൾ ആ പരിസരത്തെ വീട്ടുകാരൊക്കെ നിങ്ങളെ അവലംബിക്കും. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, എൻ്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിൻ്റെ കപ്പലാണ്. ആ കപ്പലായി നിൽക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഞാൻ പറഞ്ഞപ്പോൾ അബദ്ധത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രയോഗം വന്നെങ്കിൽ മാപ്പ് തരണം. ഞാൻ പറഞ്ഞു പോയ കൂട്ടത്തിൽ അങ്ങനെ ഓർമ്മപ്പെടുത്തി പോവാൻ. അങ്ങനെ നമ്മൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയും. ചെറുങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ചിലർ ഷുഗറിൻ്റെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒക്കെ PSC പാസ്സായ കാലമാണല്ലോ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെയാണ് പാസ്സായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സയ്യിദന്മാരൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും. നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ചേർക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഏതായാലും ഇവിടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ബാനർ സാദാത്ത് ഫാമിലി അതിങ്ങനെ എഴുതി വെച്ചത് വായിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമായി. നമ്മൾ കൂടണം, സാദാത്യങ്ങൾ കൂടണം. സാദാത്തിൻ്റെ ഒരു അഡ്രസ്സ് ഇവിടെ മികച്ചു നിൽക്കണം. മുസ്ലിങ്ങളിൽ സയ്യിദന്മാർ എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങളിൽ സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിംകളും മറ്റു വിഭാഗക്കാരും മുസ്ലിംകളും മറ്റെല്ലാവരും ആദരിക്കപ്പെടുന്ന വിഭാഗമാണ് എന്ന രീതിയിൽ തന്നെ അഹ്ലു ബൈത്തിൻ്റെ കാര്യങ്ങൾ പോകണം. അപ്പോഴാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത്, അപ്പോഴാണ് ഇസ്ലാമിൻ്റെ അന്തസ്സ്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെല്ലാം ഒരുമിച്ചിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സാദാത്തിൽ നിന്ന് കേരളത്തിൽ അറിയപ്പെട്ട് നിൽക്കുന്ന ജിഫിരി മുത്തുക്കോയ തങ്ങളായാലും സയ്യിദ് ഇബ്രാഹിം അൽ ഖലീലുൽ ബുഖാരി തങ്ങളായാലും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളായാലും അലി ബാഫക്കി തങ്ങളായാലും അവരൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു രംഗം. ഇങ്ങനെ നിങ്ങളൊരു കല്യാണ പന്തലിൽ ഒരുമിച്ചിരുന്നാൽ മതി, നിങ്ങളൊരു മരണ വീട്ടിൽ ഒരുമിച്ചിരുന്നാൽ മതി. എന്നാൽ തന്നെ ഈമാനിൻ്റെ ആളുകളെ വെളിച്ചം വർദ്ധിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വളരെ സന്തോഷത്തിൽ സയ്യിദ് കുടുംബത്തിൻ്റെ ആ ഐക്യത്തെപ്പറ്റി, യോജിപ്പിനെ പറ്റി, അള്ളാഹുവേ ഇസ്സത്തോടുകൂടെ അഹ്ലു ബൈത്തിനെ നീ നിലനിർത്തണേ അല്ലാ, അഹ്ലു ബൈത്തിന് ഒപ്പം നിന്ന് വിജയിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാ. സാദാത്ത് ഫാമിലിയിലെ ഉമ്മമാർ, ബീവിമാർ, പെൺകുട്ടികൾ, അള്ളാഹുവേ അവർക്കൊക്കെ നല്ല അറിവും തഖ്വയും ഒക്കെ നൽകി അവർ താമസിക്കുന്ന പരിസരങ്ങളിലെല്ലാം മാതൃകയാകാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എല്ലാ വെള്ളിയാഴ്ചയും അസർ നിസ്കരിച്ചിട്ട് മഗ്‌രിബ് വരെ ആരോടും ദുനിയാവിൻ്റെ വർത്തമാനം പറയാതെ ആയിഷ ബീബി ഇബാദത്തിൽ കഴിയും. ഫാത്തിമ ബീബിയോട് ചോദിച്ചു, ഫാത്തിമോ വെള്ളിയാഴ്ച മാത്രം അസർ നിസ്കരിച്ച മഗ്‌രിബ് വരെ നിങ്ങൾ ഒന്നും പറയാതെ ദിക്റിലും സ്വലാത്തിലും ആണല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഫാത്തിമ ബീബി പറഞ്ഞു, ആദം നബിനെ സൃഷ്ടിക്കാൻ അള്ളാഹ് തിരഞ്ഞെടുത്ത സമയമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ആദം നബിയെ പഠിച്ചത് എപ്പോഴാണ്? അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും അടക്കമുള്ള സമയമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ദിക്റിലും ദുആയിലുമാണ്. അപ്പോൾ ഫാത്തിമ ബീബിയെ മാതൃകയാക്കുന്നത് കണ്ട നിങ്ങൾ. എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഉപ്പാപ്പ ജനിച്ച സുബഹിയോട് അടുത്ത സമയം, ആ സുബഹിയോട് അടുത്ത സമയത്ത് എഴുന്നേറ്റ് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, ആ ആയത്തിലുള്ള ഹർഫ് 63 ഹർഫാണ്. 63 ഹർഫ. അത് മുത്ത് റസൂലുള്ളാഹിൻ്റെ വയസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മുറാദ് മനസ്സിൽ വെച്ചിട്ട് ആ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 63 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ ആഗ്രഹം പൂർത്തിയാകാത്തൊരു സംഗതിയില്ല. പരിസര വീട്ടുകാരായ ആളുകൾക്ക് വേദനകളുണ്ട്, വേവലാതികളുണ്ട്, വിഷമങ്ങളുണ്ട്. അതൊരു സയ്യിദ് കുടുംബത്തിൽ വന്ന് പറയുമ്പോൾ ഒരു ആത്മീയ ഉപദേശം, ഒരു ആത്മീയ നിർദ്ദേശം, അത് ബീവി പറഞ്ഞതാണ് എന്ന് പറയുന്ന രീതിയിൽ, അത് സയ്യിദ് പറഞ്ഞതാണ് എന്ന് പറയുന്ന രീതിയിൽ ആ ആദരവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകൽ അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്.
അതുകൊണ്ട് സാദാത്തിന് ഉപ്പാപ്പ പറഞ്ഞ ആ കപ്പലായി ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അഹ്ലു ബൈത്തിനൊപ്പം നിന്നുകൊണ്ട് വിജയിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലാ. സയ്യിദ് അലി ബാഫക്കി തങ്ങളവറുകൾ അവിടുത്തെ ബീവി പോയ ശേഷം തന്നെ വല്ലാത്ത മനസ്സുകൊണ്ട് ഇങ്ങനെ തളർന്നു. അവരെ ഖബർ അല്ലാഹു സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇപ്പോൾ കേരളത്തിലുടനീളം യാത്ര ചെയ്തുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇന്ന് വഫാത്തായ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങളുടെ ബീവി അവരെ ഖബർ നീ സ്വർഗ്ഗതോപ്പാക്കണേ അല്ലാ. പടച്ചവനെ, മക്കത്തുൽ മുക്കറമയിൽ വിശ്രമിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അടക്കമുള്ള സാദാത്തിൻ്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണേ എന്ന് സവിനയം അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.